എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. വീണ്ടും ഒരിക്കൽ കൂടെ KPS സ്പിരിച്വൽ ടിപ്സിലൂടെ നിങ്ങളെ സന്ദർശിക്കുന്നതിൽ മതിയായ സന്തോഷമുണ്ട്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം നമ്മുടെ ജീവിതത്തിലെ ആത്മീകമായി ബന്ധപ്പെട്ട കുറവുകളെയാണ് നാം തിരിച്ച് അറിയേണ്ടത്. അതിൽ ഒന്ന്, നാം വളരെയധികം മുൻകാലത്ത് വേദപുസ്തകം പഠിക്കുമായിരുന്നു. ഇന്ന് വേദപുസ്തകം പഠിക്കുന്നതിൽ വളരെ കുറവുണ്ട്. രണ്ട്, നാം അധികമായി ദൈവത്തോട് ഭയത്തോട് ഭക്തിയോടെ പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്ന് അനേകം പേർക്ക് പ്രാർത്ഥന കുറവുകളുണ്ട്. മൂന്ന്, നാം ആലയത്തിൽ ചെല്ലുമ്പോൾ കൃത്യസമയത്തിന് ചെല്ലുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് ആരാധന തുടങ്ങി മണിക്കൂറോളം കഴിഞ്ഞാലും നമ്മൾ ആരാധനയ്ക്ക് പോകുന്നത് വളരെ വൈകിയാണ്. ഈ സമയങ്ങളിൽ നാം ആരാധനാലയത്തിൽ കയറി ചെല്ലുമ്പോൾ അവിടെ ആരാധിച്ച് കഴിയുന്ന സമയം കഴിയുമ്പോഴാണ് നാം ആലയത്തിൽ ചെല്ലുന്നതാണ്. അപ്പോഴേക്കും നമ്മുടെ ആത്മീകത്തിൽ നമുക്ക് ഉണർന്ന് ജാഗരിച്ച് പ്രാർത്ഥിപ്പാനോ ആരാധിപ്പാൻ കഴിയാത്തവരായി നാം ഒരു സാധാരണ മനുഷ്യനെ പോലെ അവിടെ ചെന്നിരുന്ന് വീണ്ടും തിരിച്ചെഴുന്നേറ്റ് വരുന്ന ഒരു അനുഭവം നമുക്കുണ്ട്. എന്നാൽ സഭയിൽ പ്രസംഗിക്കപ്പെടുന്ന പ്രസംഗങ്ങൾ ഓരോന്നും അത് ഏത് വിഷയമാണെന്ന് പോലും മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുന്ന അനേകം പേർ ഇന്ന് സഭകൾക്കകത്ത് ഇരിപ്പുണ്ട്. ഇവർക്ക് ദൈവത്തിങ്കിൽ നിന്ന് വരുന്ന വാഗ്ദത്തം എന്താണ്, വചനം എന്താണ്, ആലോചന എന്താണെന്ന് ചോദിച്ച് അത് മനസ്സിലാക്കുവാൻ കഴിയാതെ പലരും അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാറുണ്ട്. ഇങ്ങനെയുള്ള കുറവുകളൊക്കെ നമ്മൾ ഉണർന്ന് വീണ്ടും കുറവുകളെ ഉണർന്ന് ദൈവസന്നിധിയിൽ അത് ഏറ്റുപറഞ്ഞ് വീണ്ടും നമ്മൾ ആദ്യത്തെ അനുഭവമാകുന്ന ആത്മീക അനുഭവത്തിലേക്ക് തിരിയുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ വരവ് വേഗമായി. ഇനി കാലം അധികമില്ല. ഈ കാലത്തെ വിശ്വാസികൾ ഉണർന്നിരിക്കേണ്ടത് പ്രധാനമായത് വേദപുസ്തകം വായിക്കുക, പ്രാർത്ഥിക്കുക, കൃത്യമായ സമയത്ത് ആരാധനാലയങ്ങളിൽ ചെന്ന് കർത്താവിനെ ആരാധിക്കുക, ദൈവത്തോടുള്ള ബന്ധം തുടരുക, കർത്താവിനെ വിട്ട് വലത്തോട്ട് ഇടത്തോട്ട് പോകാതിരിക്കുക, ദൈവം കാണിക്കുന്ന പാതയിൽ നേരായി നടക്കുക. ഇത്തരം കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആത്മീക വർധനവും അനുഗ്രഹവും ഉണ്ടാകും. ആയതിനാൽ ഇന്ന് ഈ നിമിഷത്ത് ഈ പറയപ്പെട്ട ഓരോ വാക്കുകളും കർത്താവ് ധാരാളമായി നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.